ശരിക്കും DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോമിക്സൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഈ പഴയ എന്താ പറയുക ആനിമേറ്റഡ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. കുറച്ചുകൂടെ ഡാർക്കാണ് ആക്ച്വലി അത്. അപ്പോൾ ഇപ്പോൾ ജെയിംസ് ഗൺ വന്നിട്ട് നമ്മുടെ പേസ് മേക്കർ, അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സൂപ്പർമാൻ ഇതൊക്കെ ചെയ്തിട്ട് ഈ സാധനം നന്നാക്കി വേറൊരു എന്താ പറയുക വേറൊരു ടെംപ്ലേറ്റ് പിടിച്ച് വേറൊരു ഇതിലോട്ട്, അതായത് ഒരു മാർവലിൻ്റെയൊക്കെ പോലെ തോന്നും. കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് സൂപ്പർ ഗേൾ, ഇപ്പോൾ ഈ സൂപ്പർമാനിൽ സൂപ്പർ ഗേളിൻ്റെ ഒരു ക്യാമിയോ കാണിച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ പട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ഈ സൂപ്പർ ഗേളിൻ്റെ പട്ടി. അതിനകത്ത് ത്രൂ ഔട്ട് ആ സൂപ്പർമാനിനകത്ത് ഈ പട്ടി എൻ്റെ അമ്മോ, അതിനെ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോയത് ആ പട്ടിയുടെ ഒരു സംഭവമാണ്. അത് നന്നായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ഗേളിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. Hey, I was just touching base to see when you think you might be coming back. You know, I'm just worried that you're not going to find your stride here if you keep going off-world all the time, Kara. I'm worried you're not going to find your people. Yeah, well, that's the thing, Clark. I have... എടാ പട്ടിയുടെ ഒരു ചാമുണ്ടല്ലോ, ആ പട്ടി സാധനമാണത്. അത് കിടിലിന്. ഞാനൊരു ഡോഗ് ലവർ കേട്ടോ, ഞാൻ അനിമൽ ലവറാണ് സത്യം പറഞ്ഞത്. ഞാൻ പെറ്റ് ലവർ. എനിക്ക് പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് പട്ടികളെ. അപ്പോൾ എനിക്ക് ഈ പട്ടിയെ കണ്ടപ്പോൾ എൻ്റെ അമ്മ സാധനം, ഈ പട്ടിയെ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഏതാ ബ്രീഡെന്ന് എനിക്കറിയില്ല, നോക്കണം ഇത്. No people. Oh, miss wherever you are, buddy. Crypto and I at least had each other. Honestly, I thought we were lucky. But look, almost by definition runs out. പട്ടിക്ക് വല്ലതും സംഭവിച്ചാൽ വിഷയം മാറും, ആ കളി മാറും. അത് വേണ്ട. ഞാൻ ആ സൂപ്പർമാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ത്രൂ ഔട്ട് ആ ഒരു ടെൻഷൻ. What can I do? The Brickens carried the antidote on that person. He has 3 days. You cannot give up on me. It's the crime of the Yellow Hills. He murdered my innocent family. Just do what I say. And don't die. This does not look like this is gonna end well for you guys. Stop. You're hurting my head. ജേസൺ മോമോ, എൻ്റെ അമ്മോ, ഇതേതാ ക്യാരക്ടർ? ഇയാൾ ഓൾറെഡി DC-യിലുണ്ടല്ലോ അക്വമാനായിട്ട്. ഇയാള് ക്യാരക്ടർ ഏതാ? Revenge. It won't take your pain away. ഇവിടെ ലോബോയാ, അത് ലോബോ. ഈ ലോബോ അറിയത്തില്ലെങ്കിൽ ഇതെന്താ പറയാന്നറിയോ, ഈ ലോബോ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല. ഈ ലോബോ എന്ന് പറയുന്ന അളിയൻ ഇമ്മോർട്ടലാണ് ആക്ച്വലി. അയാളുടെ റേസിലുള്ള ഒരാൾക്ക് മാത്രമേ അയാളെ കൊല്ലാൻ പറ്റൂ. ആ ക്യാരക്ടർ അങ്ങനെയാണ്, അത് വില്ലനാണ് ആക്ച്വലി. ഈ ലോബോ എന്ന് പറയുന്ന ആൾ പക്കാ വില്ലനാ. സൂപ്പർമാൻ്റെ വൺ ഓഫ് ദ എന്താ പറയുക ബിഗസ്റ്റ് നെമസിസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഈ ലോബോയെ കൊല്ലാൻ പറ്റത്തില്ല. ലോബോയുടെ റേസിലുള്ള ആൾക്കാർക്ക് മാത്രമേ ലോബോയെ കീഴ്പ്പെടുത്താൻ കൊല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ലോബോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോബോയുടെ എൻ്റയർ റേസ് തന്നെ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത് ഈ കോമിക്സിലൊക്കെ. ഇത് പൊളിക്കും കേട്ടോ. അതും ജേസൺ മോമോ നല്ല ആക്ടറാണ്. Your eyes are beautiful when you cry. Lot of pain, lot of suffering. There's no home without you, buddy.
you the dips from that dive bar? Funny. That's what I've been calling you. Touche. ഡയറക്റ്റഡ് ബൈ അതായത് 6 എന്ന് പറയുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ 2016. ഓക്കെ. ക്രെയ്ഗ് ഗില്ലസ്പി അങ്ങനല്ലേ എന്നെ വായിക്കുക. ഡയറക്റ്റഡ് ബൈ ക്രെയ്ഗ് ഗില്ലസ്പി. അങ്ങനെ ആയിരിക്കും. ഇതാരാ ഇയാളുടെ വേറെ പടം ഏതൊക്കെ ഉണ്ടെന്ന് നോക്കണം. അടിപൊളി സാധനം കേട്ടോ. ക്രെയ്ഗ് ഗില്ലസ്പി. ക്രൂവല്ല ഞാൻ കണ്ടിട്ടില്ല. ആളുടെ ഈ ക്രൂവല്ലയൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണെന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയൻ. ആളുടെ ഫിൽമോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റ് നൈറ്റ്, $1 million ആം, ഫൈനസ്റ്റ് അവേഴ്സ്. ക്രൂവല്ല ഞാൻ കണ്ടിട്ടില്ല. ടമ്മണി ഇല്ലടാ. ഞാൻ പുള്ളിയുടെ മൂവി ഒന്നും കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഈ ഡയറക്ടറെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മളറിയാത്ത എന്തോരം സിനിമയുണ്ട്, നമ്മളറിയാത്ത എന്തോരം ഡയറക്ടേഴ്സ് ഉണ്ട്. പുതിയൊരാളെ കിട്ടി. അപ്പോൾ ആളുടെ മൂവീസൊക്കെ നോക്കി നോക്കട്ടെ. ഇപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര കൊള്ളാം കേട്ടോ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ജേസൺ മോമോയെ റീകാസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നത്. കാര്യം അത് സ്നൈഡർ വേഴ്സ് ആയിരുന്നല്ലോ. ഈ DC-യുടെ ഒരു സ്നൈഡർ വേഴ്സിലായിരുന്നു അക്വമാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ ഏതാ സൂപ്പർമാനകത്ത് ലാസ്റ്റ് അക്വമാനെ കാണിക്കുന്നില്ലേ? അത് പീസ് മേക്കറെ കാണിക്കുന്നത് അല്ലേ? അത് മാറ്റിയിട്ട് പീസ് മേക്കർ ആക്കിയെന്നാണ് തോന്നുന്നത്. അതൊരു ചെറിയൊരു മാറ്റം ഉണ്ടായെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെപ്പറ്റി ഒന്നുകൂടെ നോക്കണം. എന്തായാലും ജേസൺ മോമോയെ ലോബോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലോബോ ഒരു അടിപൊളി എന്താ പറയുക, കിക്കാസ് ക്യാരക്ടറാണ് ഈ DC-യിലുള്ളതിൽ വെച്ച്. വില്ലൻ അയാളിപ്പോൾ നമ്മുടെ സൂപ്പർ ഗേളുമായിട്ട് സൈഡ് ബൈ സൈഡ് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഐ ഡോണ്ട് നോ എന്താ ഇനി സംഭവിക്കാൻ പോകാന്നുള്ളത്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ദ മൂവി. ജൂൺ 26-നല്ലേ കാണാം. ബൈ.